ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ അവിട്ടം വ്ളോഗാണ് കേട്ടോ. അവിട്ടം വ്ളോഗിൽ നമ്മുടെ വീട്ടിലാണ്, പുഴക്കാട്ടിലാണ് നമ്മളുള്ളത്. നമ്മൾ തിരുവോണ ദിവസം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ വ്ളോഗാണിത്. രാവിലെ ഏട്ടനും അവലും കൂടെ കുളിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയി. പിന്നെ പാറും ദേവൂട്ടിയും കൂടിയാണ് കേട്ടോ അന്നത്തെ പൂക്കളത്തിൻ്റെ ഇൻചാർജ് എന്നുള്ളത്. അതിനിടയ്ക്ക് ഇതാ മണിക്കുട്ടൻ വന്നിട്ടൊക്കെ എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ അവനെ ഒന്ന് ഉറക്കത്തുനിന്ന് ചില്ലായി എടുക്കാനുള്ളൊരു പരിശ്രമത്തിലാണ് ദേവും പാറും കൂടെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ എന്താ കുട്ടി പട്ടാളത്തിനെയും കൊണ്ടൊന്ന് പാടത്തേക്ക് ഇറങ്ങി. പാടത്തൊക്കെ ഒന്ന് പോയി വന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുകയാണ് കേട്ടോ. കാരണം രാവിലത്തെ ഫുഡിൻ്റെ പരിപാടി അല്ലാതെ വേറെ ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഫുഡ് നമ്മൾ അന്നത്തേക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതുണ്ടാക്കണം മെനക്കെടൊന്നും സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്ത്രീജനങ്ങളൊക്കെ ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് പരദൂഷണം പറയുന്ന പരിപാടിയാണ്. സ്ത്രീകൾ കൂടിയിരിക്കുമ്പോൾ നമ്മളതല്ലേ എല്ലാവരും പറയുന്നത് പരദൂഷണമാണ്. പക്ഷെ ഞങ്ങളെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. നമുക്കതെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ. സ്ത്രീകൾ കൂടുമ്പോൾ പരദൂഷണം മാത്രമാണോ പറയുള്ളൂ? പക്ഷെ അങ്ങനെയാണ് ഒരു നോർമൽ ടോക്ക്. അത് മാറ്റിയിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഫുഡൊക്കെ കൊണ്ടുവന്നു. ഫുഡ് കൊണ്ടുവരാൻ കുട്ടിപ്പട്ടാളങ്ങളും പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. ഒക്കെ പോയി എല്ലാവരും വന്ന് ഫുഡൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മൾ എല്ലാവരും കൂടിയും കൂടുമ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിലൊന്നും ഇരുന്നിട്ട് ഫുഡ് കഴിക്കാറില്ല കേട്ടോ. കാരണം എല്ലാവരും കൂടിയും കൂടുമ്പോൾ നമ്മൾ ഈ ഹാളിൽ ഇങ്ങനെ ഇലട്ടിട്ട് എല്ലാവരും കൂടി വട്ടണഞ്ഞിരിക്കും. അതാണല്ലോ രസം. ഡൈനിങ് ടേബിളിൽ ആവുമ്പോൾ ആകെ ഒരു 5-6 ആൾക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു 6 ആൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 6 ആൾ. അപ്പോൾ നമുക്ക് ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഫ്ലോ അങ്ങ് പോകും. ഇതെങ്ങനെ എല്ലാവരും ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ കഴിക്കുമ്പോൾ അതാണ് നമ്മുടെ സന്തോഷം എന്നുള്ളത് അല്ലേ. കൂടുമ്പോൾ ഇമ്പമേറുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് പോലെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ആണ് നമുക്കതിന് ഇമ്പം കൂടുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആതിര ചേച്ചിയും താട്ടനും കൂടെ മാട്ടായിക്ക് പോവുകയാണ് കേട്ടോ. ആതിര ചേച്ചിയുടെ വീട്ടിലേക്ക്. നന്ദുട്ടി പോണില്ല. അപ്പോൾ അവർ പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു. പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ മണിക്കുട്ടൻ്റെ തലയിൽ ഒരു ടവലൊക്കെ കെട്ടിക്കൊടുത്തിട്ടാണ് പോണത്. അങ്ങനെ അവർ പോയി. പിന്നെ ഞങ്ങളുടെ തകർക്കലും തിമർക്കലും എല്ലാം എന്ത് വേണമെങ്കിലും പറയാം. ഓണം ഒരു കൊട്ടിക്കലാശം എന്ന് പറയില്ലേ, അതാണ്. അതായത് ഈ കൊല്ലത്തെ ഓണത്തിൻ്റെ കൊട്ടിക്കലാശവും അടുത്ത വർഷത്തെ ഓണത്തിനുള്ള ഒരു കാത്തിരിപ്പും അങ്ങനെ എല്ലാം കൂടെ ഞങ്ങളതങ്ങോട്ട് ആഘോഷിച്ച് തകർത്തു കേട്ടോ. അപ്പോൾ ഇനി ഒന്നും പറയാനില്ല. അപ്പോൾ ഇക്കൊല്ലത്തെ ഓണാഘോഷം ഇവിടെ നമ്മളങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം.